നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീട്ടുവളപ്പിനടുത്ത് പാർക്ക് ചെയ്തിരുന്ന വാൻ അടിച്ചു തകർത്ത നിലയിൽ. ചന്ദനത്തോപ്പിനടുത്താണ് സംഭവം. സാമൂഹ്യവിരുദ്ധരാണ് വാൻ തകർത്തതെന്ന് നിഗമനം. രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക്കൽ ഫൗണ്ടേഷൻ 28-ന് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ബീച്ച് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ. പിന്നണി ഗായിക പ്രൊഫസർ എൻ ലതിക ഉദ്ഘാടനം ചെയ്യും. RYF സംസ്ഥാന കമ്മിറ്റിയുടെ കേരള സൈക്കിൾ റൈഡിന് നീണ്ടകരയിൽ സ്വീകരണം. നീണ്ടകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം നൽകിയത്. സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെയാണ് RYFന്റെ സൈക്കിൾ റൈഡ്. വിശദമായ വാർത്തകളിലേക്ക്. വീട്ടുവളപ്പിനടുത്ത് പാർക്ക് ചെയ്തിരുന്ന വാൻ അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തി. ചന്ദനത്തോപ്പിനടുത്താണ് സംഭവം. സാമൂഹ്യ വിരുദ്ധരാകാം വാൻ തകർത്തതെന്നാണ് പ്രാഥമിക നിഗമനം. ചന്ദനത്തോപ്പ് പത്തായക്കല്ല് ചേമ്പിൽ ഹൗസിൽ സഫീറിന്റെ ഒമിനി വാനാണ് അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തിയത്. രാത്രിയിൽ വീടിന് സമീപത്തെ പുരയിടത്തിലാണ് വാഹനം പാർക്ക് ചെയ്യാറുള്ളത്. ഗ്ലാസുകളും ഡോറുകളും തകർത്ത നിലയിലാണ്. സംഭവത്തിൽ സഫീർ കിളിയല്ലൂർ പോലീസിൽ പരാതി നൽകി. 2 ദിവസം മുമ്പ് പ്രദേശത്ത് ഏതാനും യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നത് സഫീർ ചോദ്യം ചെയ്യുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ നടന്ന ആക്രമണമാണോ ഇതെന്ന് സംശയിക്കുന്നതായി സഫീർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. ഇപ്റ്റയുടെ നേതൃത്വത്തിൽ സ്നേഹ സന്ദേശ യാത്ര നടത്തി. ശൂർനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യാത്ര സംഘടിപ്പിച്ചത്. CPI സംസ്ഥാന കൗൺസിൽ അംഗം RS അനിൽ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഇപ്റ്റ ശൂരനാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സ്നേഹ സന്ദേശ യാത്ര നടത്തിയത്. സംഗീതജ്ഞൻ കോടമ്പള്ളിൽ ഗോപാലപിള്ളയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് സ്നേഹ സന്ദേശ യാത്ര ആരംഭിച്ചത്. CPI സംസ്ഥാന കൗൺസിൽ അംഗം RS അനിൽ ജാഥ ഉദ്ഘാടനം ചെയ്തു. കവി P ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. K പ്രസന്നകുമാർ സ്വാഗതം പറഞ്ഞു. സ്മൃതി മണ്ഡപത്തിൽ നിന്നും കോടമ്പള്ളി ഗോപി കൈമാറിയ പതാക ക്യാപ്റ്റൻ ജിഷാകുമാരിക്ക് RS അനിൽ കൈമാറി. ജാഥ വൈസ് ക്യാപ്റ്റൻ ആശാ ബിജു, ഡയറക്ടർ KP ദിനേശ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക്കൽ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം 28-ന് നടത്തും. കൊല്ലം ബീച്ച് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിന്നണി ഗായിക പ്രൊഫസർ എൻ ലതിക ഉദ്ഘാടനം ചെയ്യും. കുളത്തൂപ്പുഴ രവി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന രവീന്ദ്രൻ മാഷിനെ ചലച്ചിത്ര രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയത് ഗായകൻ P ജയചന്ദ്രനും ഗാനഗന്ധർവൻ KJ യേശുദാസുമൊക്കെയാണ്. പിന്നീട് അങ്ങോട്ട് ആസ്വാദക മനസ്സുകളിൽ അമൃതവർഷം ചൊരിഞ്ഞ ഗാനങ്ങൾക്കാണ് രവീന്ദ്രൻ മാഷിലൂടെ മലയാളക്കര സാക്ഷിയായത്. കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറും പ്രഭാഷകനും കലാകാരനുമായ കൊല്ലം മധുവിന്റെ സാന്നിധ്യത്തിൽ 28-ന് വൈകിട്ട് 5 മണിക്ക് സിനിമാ പിന്നണി ഗായിക പ്രൊഫസർ എൻ ലതിക ടീച്ചർ രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക്കൽ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിലെ ആദ്യമായിട്ടുള്ള ഒരു സംഘടനയാണ് മ്യൂസിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം നമ്മൾ ടേസ്റ്റ് ചെയ്തു. അതിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഞായറാഴ്ച, അതായത് 28-ാം തീയതി നമ്മുടെ കൊല്ലം ബീച്ച് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അതിന്റെ ഉദ്ഘാടനം നടന്നത്. അത് 5 മണിക്കാണ് നമ്മൾ ഉദ്ഘാടനം ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ പ്രശസ്ത പിന്നണി ഗായിക ഇദ്ദേഹത്തിന്റെ നിരവധി പാട്ടുകൾ ആദരിച്ചിട്ടുള്ള ആദ്യകാലം കൂടി ചെയ്ത നമ്മുടെ ലതിക ടീച്ചറാണ്. തുടർന്ന് പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കുന്ന ഗാനമേളയും നൃത്തകലാവിരുന്നും ഉണ്ടായിരിക്കും. ഫൗണ്ടേഷൻ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പെരുമൺ S രാജു, കോർഡിനേറ്റർ AT ബിജുകുമാർ, രാജു PK എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കമലാലയം ശ്രീകുമാർ അനുസ്മരണം സംഘടിപ്പിച്ചു. പാവുമ്പ പാലമൂട് തിരുവരങ്ങ് നാടക സമിതിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. പാവുമ്പയിലെ നാടക കലാസാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയനായിരുന്ന കമലാലയം ശ്രീകുമാർ അനുസ്മരണം സംഘടിപ്പിച്ചു. പാലമൂട് തിരുവരങ്ങ് നാടക സമിതിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ലാഭം നോക്കി നടത്തുന്ന ഒരു ബിസിനസ് അല്ല നാടകം. അതൊരു സമർപ്പണമാണ്. അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നവർക്ക് ഏത് രാത്രിയിലാണെങ്കിലും നാടകം ഉണ്ടെങ്കിൽ കാണാൻ തോന്നും, അതിനെക്കുറിച്ച് നിരീക്ഷിക്കാൻ തോന്നും, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ തോന്നും, അത് ആസ്വദിക്കാൻ തോന്നും, അതിൽ അഭിനയിക്കണമെന്ന് തോന്നും. ഒരു കട്ടണെങ്കിലും വലിച്ച് അല്ലെങ്കിൽ രംഗവിടമെങ്കിലും ഒരുക്കുന്നവരെ സഹായിച്ച് അതിന്റെ ഒരു ഭാഗമാകുവാൻ തോന്നും എന്നുള്ളത്. തിരുവരങ്ങ് പ്രസിഡന്റ് സുരേഷ് നന്ദനം അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ പയ്യന്നൂർ മുരളി മുഖ്യ അതിഥിയായിരുന്നു.
നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കമലാലയം ശ്രീകുമാറിന്റെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ പ്രഥമ കലാപുരസ്കാരം വടക്കന്തല ശ്രീകുമാർ, അനിയൻ പനക്കൽ, രാജീവ് പാവുമ്പ എന്നിവർക്ക് സമ്മാനിച്ചു. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തിരുവരങ്ങിന്റെ സ്നേഹാദരവ് ബിജു മഞ്ഞാടിക്ക് നൽകി. സുരേഷ് ബാബു, മധു മാവൂലിൽ, ബി ബിജു, മായാദേവി, കെ കെ കൃഷ്ണകുമാർ, ശരത് കുമാർ, ഹരിയാർ പെരുമന, കരീം കുഞ്ഞ്, അരുൺ ശങ്കർ, കിടങ്ങറ ശ്രീവത്സൻ, പാവുമ്പ സുനിൽ, പാവുമ്പ മനോജ്, RLV സുരേന്ദ്രൻ, സുബേർ ഖാൻ സരിക, ഫ്രെസ്കോ സുഗതൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. RYF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള കേരള സൈക്കിൾ റൈഡിന് നീണ്ടകരയിൽ സ്വീകരണം നൽകി. നീണ്ടകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെയാണ് RYF സൈക്കിൾ റൈഡ് സംഘടിപ്പിച്ചിട്ടുള്ളത്. RYF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കേരള സൈക്കിൾ റൈഡിന് നീണ്ടകരയിൽ സ്വീകരണം നൽകി. RYF നേതാക്കളായ ഉല്ലാസ് കോവൂർ, അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ, പുലത്തറ നൌഷാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ കേരള സൈക്കിൾ റൈഡ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഴുവൻ ജില്ലകളിലും ആവേശോജ്വലമായ വരവേൽപ്പാണ് ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾ കണ്ട പൗരപ്രമുഖർ ഈ നാട്ടിലെ നിരാശ്രയരും നിലാലംബരും പാവപ്പെട്ടവരുമായിട്ടുള്ള സാധാരണക്കാരെയാണ്. തീർച്ചയായും അവരുടെ വേദനകൾ പങ്കുവയ്ക്കുവാനും എൻഡോസൾഫാൻ ദുരിതബാധിതരെ പോലെ KK രമ MLA പോലെയുള്ള അങ്ങനെ നിരവധിയായിട്ടുള്ള ഓരോ ജില്ലകളിലെയും ഇരകളെ സന്ദർശിച്ചുകൊണ്ട് സർക്കാരിൻ്റെ കിരാതമായ നടപടികളിൽ കുരുങ്ങിപ്പോയ, വേദനിച്ചു പോയ, പെട്ടുപോയ ഇരകളെ കണ്ടുകൊണ്ടും അതുപോലെ തന്നെ തൊഴിൽ രഹിതരായിട്ടുള്ള PSC റാങ്ക് ഹോൾഡേഴ്സ് അടക്കമുള്ള യുവതിയുവാക്കൾ, അഭ്യസ്തവിദ്യരായിട്ടുള്ള നിരവധി വിദ്യാർത്ഥിനികൾ അവരുടെയൊക്കെ അറിവുകളും അനുഭവങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് കൊല്ലം ജില്ലയിലേക്ക് RYF കേരള സൈക്കിൾ റൈഡ് കടന്നു വരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് RYFന്റെ പ്രതിഷേധമായി സൈക്കിൾ റൈഡ് സംഘടിപ്പിച്ചത്. RYF നീണ്ടകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആവേശകരമായ സ്വീകരണം കേരള സൈക്കിൾ റൈഡിന് നൽകിയത്. വിൻസി, നവീൻ, ജോസി, ആൽബിൻ, ജിതിൻ, ഉല്ലാസ് തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം റോളർ സ്കേറ്റിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കേറ്റിംഗ് റാലി നടത്തി. റിപ്പബ്ലിക് ദിന സന്ദേശത്തിന്റെ മഹത്വവുമായി ദേശീയ പതാകയേന്തി കുരുന്നു താരങ്ങൾ മുതൽ സംസ്ഥാന ദേശീയ റോളർ സ്കേറ്റിംഗ് ജേതാക്കൾ വരെ റാലിയിൽ പങ്കെടുത്തു. റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അതർ ഗെയിംസ് ടെക്നിക്കൽ കമ്മിറ്റി വൈസ് ചെയർമാൻ PR ബാലഗോപാൽ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. പങ്കെടുത്ത സ്കേറ്റിംഗ് താരങ്ങൾക്കും രക്ഷകർത്താക്കൾക്കും ദേശീയ പതാക, മധുര പലഹാരങ്ങൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു. കൊല്ലം കന്റോൺമെന്റ് വാടി ബീച്ച് വഴിയുള്ള റാലിക്ക് സജി ശിവകുമാർ, M അനിത, C പ്രദീപ് കുമാർ, S സുജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓച്ചിറ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. സ്നേഹസ്പർശം പദ്ധതിയുടെ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓച്ചിറ മേഖലാ സമ്മേളനം നടത്തി. മേഖലാ പ്രസിഡന്റ് D വാവാച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. അവൻ എവിടെങ്കിലും വെള്ളം കുടിച്ചിട്ട് അതിന്റെ വേസ്റ്റ് നമ്മുടെ കടയിൽ കൊണ്ടുവന്ന് 2-3 തട്ടിലായിട്ട് ഇടുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അതായത് നമ്മൾ വാടകയ്ക്ക് എടുത്ത് നമ്മൾ കച്ചവടം ചെയ്യാൻ പോകുന്ന കടയ്ക്കകത്ത് ശൗചാലയം ഉണ്ടാക്കി കൊടുത്തിട്ട് മറ്റ് നാട്ടുകാരെ കൊണ്ട് നമ്മുടെ ശൗചാലയത്തിനുള്ള വ്യവസ്ഥ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടുത്തെ ഗവൺമെന്റ് നടപ്പിലാക്കി കൊണ്ടുവരുന്നത്. അതിന് എഗെയിൻസ്റ്റ് ഒക്കെ നടത്തുന്ന സമര പരിപാടിയാണ് നമ്മൾ. അത് എങ്ങനെ ചെറുത്ത് നമുക്ക് ഇപ്പം തോൽപ്പിക്കാൻ കഴിയുമോ? തോൽപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ മേഖല വിട്ടുപോകണം. നമുക്ക് വ്യാപാരം ചെയ്യണം എന്നുള്ള ഒരു മേഖലയിൽ നമ്മൾ ആ ഒരു വ്യവസ്ഥിതിയായിട്ട് മുന്നോട്ട് പോകണം. നമുക്ക് വ്യാപാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വ്യവസ്ഥിതിയെ നമ്മൾ തോൽപ്പിക്കണം. ഈ വ്യവസ്ഥയെ നമ്മൾ മറികടക്കണം. നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ അങ്ങനെയുള്ള അനാവശ്യമായ നടപടികൾ നടത്തിക്കത്തില്ലെന്ന് ഗവൺമെന്റിന് ഊർജത്തോടെ ആർജവത്തോടെ പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകുന്ന ഒരു സംരക്ഷണ യാത. മേഖലയിലെ യൂണിറ്റുകൾക്ക് കൊല്ലം ജില്ലാ കുടുംബ സുരക്ഷാ പദ്ധതി സ്നേഹസ്പർശത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. 29-ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന സംസ്ഥാനതല വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ഭരണിക്കാവിൽ സ്വീകരണം നൽകാൻ തീരുമാനമായി. മേഖലാ ജനറൽ സെക്രട്ടറി രാജഗോപാൽ പാവുമ്പ, സെക്രട്ടറി ഭാവിസ് വിജയൻ, സേതു വള്ളിക്കാവ്, ജേക്കബ്, അൻഷാദ് ടേസ്റ്റി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. ചവറ കോവിൽത്തോട്ടം ലൂർദുമാത ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. രൂപതാധ്യക്ഷൻ ഡോക്ടർ സ്റ്റാൻലി റോമൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ചവറ കോവിൽത്തോട്ടം ലൂർദുമാത EM ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പോർട്ടുഡോസ് എന്ന പേരിലായിരുന്നു വാർഷികാഘോഷ പരിപാടികൾ നടത്തിയത്.
കൊല്ലം രൂപതാ ബിഷപ്പ് ഡോക്ടർ സ്റ്റാൻലി റോമൻ ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷ വരുമ്പോൾ ഞാൻ എപ്പോഴും നോക്കുന്നത് ലൂർദ് മാതായുടെ റിസൾട്ടാണ്. 100% ഇവിടെ ലഭിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷം പോലും അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം. വളരെ ഭംഗിയായി ഈ വിദ്യാർത്ഥികളെ ഒരുക്കി നല്ല രീതിയിൽ പഠിപ്പിക്കുകയും നല്ല വിജയം കരസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇന്ന് ഉന്നതമായ മേഖലകളിൽ എത്തിയിരിക്കുന്ന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ തീർച്ചയായും ഈ സ്ഥാപനത്തെക്കുറിച്ച് ഓർമ്മിക്കണം. പ്രിൻസിപ്പൽ സിസ്റ്റർ സിന്ധ്യ മേരി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ ചവറ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഈ സഭാ മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് കോവിൽത്തോട്ടവും പന്മനയും ഈ ചവറ പ്രദേശവും കരിമണലിന്റെ സമ്പുഷ്ടമായ നാട്ടിൽ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുടക്കം കുറിക്കാൻ അവരെ പ്രേരിപ്പിച്ച സാമൂഹ്യ ചുറ്റുപാട് നമുക്ക്. സിസ്റ്റർ അഡോൾഫ് മേരി ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ മിൽട്ടൺ ജോർജ് അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. ഷാനി മരിയ, പ്രാർത്ഥന ജോയി, ലിൻസി ലിയോൺ, R ശ്രീജിത്ത്, അഡ്വക്കേറ്റ് താഹ, സിസ്റ്റർ ജസ്വിന മേരി, റിജി മേരി തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. ആ മുരുവാനും കൊരങ്ങച്ചിനില്ല അമ്മേ. ഓൻ എനിക്ക് ഒരു പുതിയ കാട്ടുപഴം ഇട്ട് തന്നു. നല്ല ചോപ്പുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. പോരുവഴി മയ്യത്തുങ്കര ഉറൂസിന് കൊടിയേറി. പോരുവഴി ഷാഫി ഹനഫി ജമാഅത്തുകൾ സംയുക്തമായാണ് ഉറൂസ് സംഘടിപ്പിക്കുന്നത്. പോരുവഴി മയ്യത്തുങ്കര ഉറൂസിന് കൊടിയേറി. ദർഗാ ഷെരീഫിൽ നടന്ന കൊടിയേറ്റ ചടങ്ങിന് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ആട്, കോഴി, പട്ട്, ചന്ദനത്തിരി എന്നിവ വിശ്വാസികൾ നേർച്ചയായി ദർഗയിൽ അർപ്പിച്ചു. വിവിധതരം പായസങ്ങളും നേർച്ചയായി വിതരണം ചെയ്തു. ഫെബ്രുവരി 4, 5 ദിവസങ്ങളിലാണ് ഉറൂസ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. വീട്ടുവളപ്പിനടുത്ത് പാർക്ക് ചെയ്തിരുന്ന വാൻ അടിച്ചു തകർത്ത നിലയിൽ. ചന്ദനത്തോപ്പിനടുത്താണ് സംഭവം. സാമൂഹ്യവിരുദ്ധരാണ് വാൻ തകർത്തതെന്ന് നിഗമനം. രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക്കൽ ഫൗണ്ടേഷൻ 28-ന് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ബീച്ച് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ. പിന്നണി ഗായിക പ്രൊഫസർ N. ലതിക ഉദ്ഘാടനം ചെയ്യും. RYF സംസ്ഥാന കമ്മിറ്റിയുടെ കേരള സൈക്കിൾ റൈഡിന് നീണ്ടകരയിൽ സ്വീകരണം. നീണ്ടകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം നൽകിയത്. സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെയാണ് RYFന്റെ സൈക്കിൾ റൈഡ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ. കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. കമ്പനിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ജില്ലാ ചാനലിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി J. ചിഞ്ചുറാണിയും ജനുവരി 30-ന് വൈകിട്ട് 3 മണിക്ക് കുണ്ടറ പവിത്രം കൺവെൻഷൻ സെന്ററിൽ വെച്ച് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനാ രംഗത്തെ ബഹുമാന്യ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കും. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്. ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ എല്ലാ കേരള വിഷൻ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.